ഹജ്ജ് കർമ്മങ്ങൾക്കായി തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങി. നാളെ ഉച്ചയ്ക്ക് മുൻപായി എല്ലാ തീർത്ഥാടകരും മിനായിൽ എത്തിച്ചേരും. മക്കയിൽ ഹജ്ജിന് പുറപ്പെടുന്ന തീർത്ഥാടകരോടൊപ്പം ചേരുകയാണ് ജലീൽ കണ്ണമംഗലം. ഹജ്ജ് കർമ്മങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം ഇന്നും നാളെയുമായി മീനായിൽ എത്തിച്ചേരും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇപ്പോഴുള്ളത് മക്കയിലാണ്. മക്കയിൽ നിന്നും ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി തീർത്ഥാടകരെല്ലാവരും മീനായിൽ എത്തിച്ചേരും. ഏതാനും മലയാളി തീർത്ഥാടകർ എന്നോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എന്താണ് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഹാജിമാരെല്ലാം ഇപ്പോൾ ഇഹ്റാമിലാണുള്ളത്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോടുകൂടി നമ്മൾ മീനായിലേക്ക് പുറപ്പെടും. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളൊക്കെ മീനായ സന്ദർശനത്തോടുകൂടി ആരംഭിക്കുകയാണ്. അറഫ സംഗമം വ്യാഴാഴ്ചയാണ് വരുന്നത്. ഇവിടെ അറഫയിൽ നിന്ന് ഹാജിമാരെല്ലാം മുസ്ദലിഫയിലേക്ക് കല്ല് പെറുക്കാനായി വരും. രാപ്പാർത്ത് ജംറയിലെത്തി കല്ലേറ് കഴിഞ്ഞ് മിനായിലേക്ക് മടങ്ങുന്നതോടുകൂടി ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളുടെ വലിയൊരു ഭാഗം പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഇഫാലത്തിൻ്റെ തവാഫ്, ഹജ്ജിന് നിർബന്ധമായ തവാഫും പൂർത്തീകരിച്ച് സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ഹാജിമാരും. കാലാവസ്ഥ കനത്ത ചൂടാണെങ്കിലും ഈ ആത്മീയ സൗരഭ്യവും ഈ ആത്മീയ യാത്രയും ഹാജിമാർക്ക് വലിയൊരു ആവേശവും വലിയൊരു കുളിരും പകരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ അൽ ഹിന്ദ് ഗ്രൂപ്പിൽ വന്ന തീർത്ഥാടകരോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവർ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് തീർത്ഥാടകർ ഇപ്പോഴുണ്ട്. എന്ത് പറയുന്നു? അൽഹംദുലില്ലാ, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഹജ്ജിൻ്റെ, അതിപ്പോൾ സാധിച്ചു. ഈ ഒരു അവസരത്തിൽ അള്ളാഹ്ക്ക് സ്തുതി. അൽഹംദുലില്ലാ, ഈ കനത്ത ചൂടിലും അതൊന്നും ഒരു വകവെക്കാതെ നമ്മൾ ഒരാവേശത്തിൽ മിനായിലേക്ക് പോകാൻ ആവേശത്തോടെ നിൽക്കുന്നു. മക്കയിൽ അത് ഉംറയൊക്കെ കഴിഞ്ഞ് മദീനത്തെ പോയി പിന്നെ ഇവിടെ വന്ന് രാവിലെ തവാഫൊക്കെ കഴിഞ്ഞ് സൈഡ് കഴിഞ്ഞ് ഇപ്പം മീനായിലേക്ക് പോകേണ്ട ഒരു ആവേശത്തിൽ തിടുക്കത്തിൽ നിൽക്കുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് സ്തുതി. അൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൂടിലും നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. എല്ലാവിധ ഗവൺമെൻറ്റും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇതുവരെ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ. ഏതായാലും 5 ദിവസം മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഹജ്ജ് കർമ്മങ്ങൾ. തിങ്കളാഴ്ചയോടെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് തീർത്ഥാടകർ മിനായിൽ നിന്നും മടങ്ങും, മക്കയിൽ തിരിച്ചെത്തും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.